ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മള് വണ്ടിയിലാണ് ഉള്ളത്. എന്താന്ന് വെച്ചാൽ നമ്മള് സ്കൂള് വരെ പോവാണ്. ഇവരെ പുതിയ സ്കൂളില് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ എന്താ ഇവിടെ ഇരിക്കണെന്ന് വെച്ചാ എന്താ ഇക്കയും പിന്നെ ചെറുതും കൂടെ ആ ഷോപ്പിൽ പോയതാണ്. എന്താന്ന് വെച്ചാല് കുറച്ച് ഫോട്ടോസ്റ്റാറ്റും കാര്യങ്ങളൊക്കെ എടുക്കാണ്ട് അവിടെ കൊടുക്കാനുള്ള ബർത്ത് സർട്ടിഫിക്കറ്റും ആധാർ കാർഡും ഒക്കെ ആയിട്ട്. അപ്പൊ അതിന് വേണ്ടി പോയതാണ് അവര്. അപ്പൊ നമ്മള് വണ്ടിയിൽ ഇരുന്നിട്ടാണ് ഇൻട്രോ ചെയ്യുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. കാരണം ഷോപ്പിൽ നിന്ന് വരികയായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം പെട്ടെന്ന് പോയിട്ട് വേണം ഇതാക്കാനെന്ന് പറഞ്ഞു. അപ്പൊ ഏതായാലും ഇവിടെ കയറിയപ്പോ പിന്നെ വീഡിയോ എടുക്കാൻ വിചാരിച്ചിട്ടാണ്. പറ പൈസ അപ്പൊ ഇതാ ഒരാള് വന്നിട്ടുണ്ട്. ഇതിക്ക് നോക്കിയാനുവേ എന്തോ ഒരു വാശി പിടിച്ച് വന്നിരിക്കാണ്. ചിലപ്പോ എന്തേ വാങ്ങി തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടാവും. എന്താ ചോദിച്ചേ? എന്താ ചോദിച്ചേ? കാറോ ബസ്സോ എന്തേലൊക്കെ ചോദിച്ചിട്ടുണ്ടാവും. എന്താ ചോദിച്ചേ? അപ്പൊ അതാണ് പ്രശ്നം. അപ്പൊ അതാണ് നല്ല ചൂടുണ്ട്. നല്ല ചൂടെന്ന് പറഞ്ഞാൽ വിയർക്കുന്നുണ്ട്. ഞാനിപ്പോ ഡാഷ്ബോർഡ് നോക്കി ടിഷ്യൂ പേപ്പർ ഉണ്ടാവും. അപ്പൊ മിനിയാന്ന് 4 ദിവസം മുന്നേ വണ്ടി ഫുള്ള് ക്ലീൻ ആക്കി വെച്ചതിനെ കൊണ്ട് ഇതില് ടിഷ്യൂ പേപ്പേഴ്സ് ഒന്നും ഇതിലില്ല കേട്ടോ. വീട്ടില് ആയിരുന്നു. ഇതിലേക്ക് വെക്കാൻ വേണ്ടിട്ട് മറന്നാണ് സംഭവം. ഇനി ഒന്ന് പോയിട്ട് വെക്കണം. കാരണം നമ്മൾ വേറെ എവിടെയും പോകുമ്പോഴായിരിക്കും നമുക്ക് ടിഷ്യൂ പേപ്പർ ഇല്ലാതെ ഇരിക്കാം. എന്താ പറയാനുള്ളത്? എന്താ വീഡിയോ വീട്ടില് നിന്നിക്കാണെങ്കിൽ ഒരു ഐസങ്കി കിട്ടിയില്ല. കേൾക്കാതെ പോന്നതാ. അതുകൊണ്ട് സസ്യ ഈ വണ്ടിയിലിരിക്കാം. അവിടെ നിൽക്കുകയാണെങ്കിൽ വരുമ്പോ ഐസ് കൊണ്ടുവരും. ഇനിയിപ്പോ എന്താ ചെയ്യാം? വണ്ടിയിലിരിക്ക, സ്കൂളിൽ പോവാ, ബുക്ക് വാങ്ങാ, വണ്ടിക്ക് ബുക്ക് വെക്ക, അങ്ങനെ നമ്മൾ ഏകദേശം സ്കൂളിലേക്ക് എത്താനായിട്ടുണ്ട് കേട്ടോ. സ്കൂളിലേക്ക് പോകുന്ന റൂട്ടാണിത്. വഴി മാറിയോന്നൊരു സംശയം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ തന്നെയായിരുന്നു വഴി. പുതിയ സ്കൂളായതുകൊണ്ട് ചെറിയൊരു പരിചയക്കുറവുണ്ട്. അങ്ങനെ ഇതാ നമ്മള് സ്കൂളിലേക്ക് പോകുന്ന റോഡിലൂടെ ഇങ്ങനെ പോവാണ് കേട്ടോ. റോഡ് നല്ല മോശമാന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല മോശമാണ്. അതായത് നമ്മൾ മെയിൻ റോഡിൽ നിന്ന് ഒരു ഉള്ളോട്ടുള്ള റോഡിന് കാരണം ഈ സൈഡിൽ ഒരു ബിൽഡിംഗ് ഉണ്ട് കേട്ടോ. അതൊരു പ്രേതാലയം പോലെയാണ് ഇരിക്കുന്നത്. കണ്ടാൽ തന്നെ ഒരു പേടിയാണ്. ഇതിന് മുന്നേ ഞങ്ങൾ അഡ്മിഷൻ എടുക്കാൻ വന്നപ്പോഴും ഞാനത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളങ്ങനെ പോരുന്ന വഴിയിൽ അത് വീഡിയോ എടുക്കാനൊക്കെ വിട്ടുപോയിട്ടോ. പിന്നെ തിരിച്ചു പോന്നപ്പോഴും വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. അങ്ങനെ ഇതാ നമ്മൾ ഏകദേശം സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവരൊരു ബോർഡ് ഉണ്ട്. ആ ബോർഡ് നോക്കിയിട്ട് നമ്മൾ വീണ്ടും പോവാണ്. പിന്നെ നേരെ ഫ്രണ്ട് തന്നെയാണ് കേട്ടോ. ആ വഴിയിൽ എന്തോ മരോ എന്തോ വണ്ടിയിലേക്ക് കയറ്റുന്ന എന്തോ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നേരെ സ്കൂളിന്റെ കോമ്പൗണ്ടിലേക്കാണ് കേട്ടോ നമ്മൾ കയറുന്നത്. ഈ സ്കൂളിന്റെ ആംബിയൻസും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇത് എത്രത്തോളം ഭംഗിയുള്ളൊരു പ്ലേസിലാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് സ്കൂൾ കേട്ടോ. അപ്പൊ നമ്മള് വണ്ടി ഇവിടെ സൈഡാക്കിയിട്ട് ഞാൻ ആദ്യം തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിന്റെ ആംബിയൻസ്. അപ്പോൾ ആദ്യം നമ്മൾ വന്ന കാര്യം നടക്കാം. അങ്ങനെ നമ്മള് ബുക്ക്, യൂണിഫോംസ് വാങ്ങാനും പിന്നെ ഇവിടുത്തെ അഡ്മിഷൻ ഫീ കൊടുക്കാനൊക്കെ ആയിട്ടാണ് ഇപ്പം വന്നിട്ടുള്ളത്. അപ്പം ആദ്യം ഓഫീസിൽ തന്നെ കയറി. അപ്പം അവിടെ വന്നപ്പോൾ ഇവർക്ക് നല്ല ദാഹം ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇവിടെ വരുന്നവർക്ക് കുടിക്കാനായിരിക്കും കേട്ടോ. പുറത്തിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് ഒരു വെള്ളം എടുത്ത് കുടിച്ചു.
ഇനി ഈ സ്കൂളിന്റെ ആംബിയൻസ് ഒരു രക്ഷയില്ല കേട്ടോ. ക്ലാസ് റൂം ആയാലും ഈ ഒരു നമ്മളിങ്ങനെ ഈ ഒരു പാസേജ് ആയാലും എല്ലാം കേട്ടോ. ഈ സ്കൂളിനെ കുറിച്ച് കൂടുതലൊന്നും എനിക്കറിയില്ല, പക്ഷെ ഈ സ്കൂളൊരു പ്രകൃതി ഒരു ഭംഗിയുണ്ട്. പ്രകൃതി ഭംഗി കൊണ്ട് എന്താ പറയാ, നല്ലൊരു ആംബിയൻസ് ആണ് ഇത്. അതെന്താന്ന് വെച്ചാല് അങ്ങനെയാണ്. പിന്നെ നമ്മൾ ബുക്കൊക്കെ വാങ്ങിക്കാൻ വേണ്ടി കേറിയിട്ടുണ്ടായിരുന്നു. പേരും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അവര്. മുഹമ്മദ് അസ്മൽ ഏതാ ക്ലാസ്? തേർഡ്. അതാട്ടോ അത് യൂണിഫോം ഇല്ലേ? അശ്വിനല്ല എപ്പാണ് ഏത് സ്കൂളിലാ പഠിച്ചത് പറഞ്ഞെടുത്ത? നിങ്ങളിവിടെ പാലപ്പെട്ട്. അഷ്മൽ പേരും അങ്ങനെ പിന്നെ നമ്മളവിടുന്ന് ബുക്കും കാര്യങ്ങളൊക്കെ വാങ്ങി വേഗം വീട്ടിലേക്ക് തിരിച്ചു പോകാന്ന് വിചാരിച്ചു. എല്ലാം കിട്ടി. അപ്പൊ ദാ യൂണിഫോമും ബുക്കും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഫീയും കാര്യങ്ങളും ഡൊണേഷനൊക്കെ അടച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഈ സ്കൂളിന്റെ ഒരു ആംബിയൻസ് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഈ സ്കൂളിന്റെ ഒരു മുറ്റം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഈ ഒരു സൈഡിലായിട്ട് സ്കൂൾ ബസ്സും കാര്യങ്ങളൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്, നമുക്കിവിടെ വന്നാൽ ഏറ്റവും കൂടുതൽ ആസ്വദിക്കാനും കാണാനൊക്കെ ഉള്ളൊരു കാര്യങ്ങളെ കാണിച്ചു തരാം. ഒരുപാട് ബസ് ഉണ്ട് കേട്ടോ, എല്ലാം ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. അപ്പം ഇതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഒരു എന്താ പറയാ, നമ്മളെ ചാലിയാറിന്റെ തീരത്താണ് ഈ സ്കൂൾ ഉള്ളത് കേട്ടോ. നല്ലൊരു വ്യൂ ആണ്. നല്ലൊരു വ്യൂ എന്ന് പറഞ്ഞാൽ അത്രയും ഭംഗിയായിട്ട് കാണാൻ. ഞാൻ കുറച്ച് സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കുട്ടികളതൊക്കെ കാണിക്കുമെന്നറിയില്ല. എന്തായാലും നമ്മൾ മീറ്റിങ്ങിനോ കാര്യങ്ങൾക്കൊക്കെ വന്നാലും നമുക്ക് അടിപൊളിയായിട്ട് ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് പീസ്ഫുൾ ആയിട്ട് കുറച്ച് നേരം ഇവിടെ നിൽക്കാനൊക്കെ തോന്നും കേട്ടോ. അത്രയും നല്ലൊരു വ്യൂ ആണ് കേട്ടോ ഈ സ്കൂളും പരിസരവും ഒക്കെ. എന്തായാലും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ വിദ്യാഭ്യാസമൊക്കെ എങ്ങനെ ഉണ്ടെന്ന് അറിയണമെങ്കിൽ സ്കൂളൊക്കെ ഓപ്പൺ ആയിട്ട് ടീച്ചേഴ്സിനെയും ഒക്കെ പരിചയപ്പെട്ട് ഒക്കെ അറിയണം. അപ്പൊ ഇതാ നമ്മള് ഇനി ഇവിടെ കൂടുതൽ സമയം നിൽക്കുന്നൊന്നുമില്ല. നമ്മൾ നേരെ വീട്ടിൽ പോവാണ്. അപ്പം ഇക്ക ഫീ അടക്കാൻ വേണ്ടി ഡൊണേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിലാണ്. ആ ഒരു സമയം ഞങ്ങൾ ഈ ഒരു ഇവിടെ ഒന്ന് കാണിച്ചു തന്നു വിചാരിച്ചിട്ടോ. ഇവിടെ ഒരുപാട് പ്ലേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്തോളൂ കേട്ടോ.